കൊല്ലം പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. പൊതു തെരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിലാണ് വിദ്യാർത്ഥികൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായത്. നാല് പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉൾപ്പെടെ 7 പേരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. 1647 വിദ്യാർത്ഥികളിൽ 1600 പേർ വോട്ട് രേഖപ്പെടുത്തി. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. പൊതു തെരഞ്ഞെടുപ്പിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് സ്കൂളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇരുപത്തിയാറ് വിദ്യാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 19 പേർ പിൻവലിച്ചു. 7 പേർ മത്സരരംഗത്ത് തുടർന്നു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. വിദ്യാഭ്യാസത്തിനോടൊപ്പം സാമൂഹികമായ പല പാഠങ്ങളും പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ. ഇത്തവണ ഞങ്ങൾ ഏറ്റെടുത്തത് വലിയൊരു ടാസ്ക്കാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള വോട്ടിംഗ് എന്ന് പറയുന്ന സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ കൗതുകം കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നതിന് ഈ വർഷത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ ഞങ്ങൾ ശരിക്കും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഇലക്ഷനെ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വോട്ടിംഗ് നടക്കുന്നത്. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വ്യത്യസ്തങ്ങളായ ബൂത്തുകളിൽ അവർക്കായിട്ട് അനുവദിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത പ്രത്യേകം ക്യാബിനുകൾ തിരിച്ച ബൂത്തുകളിലെത്തി മഷി വിരലിൽ പുരട്ടി ബാലറ്റ് പേപ്പർ വാങ്ങി രഹസ്യമായി പോയി വോട്ട് ചെയ്ത് ബാലറ്റ് ബോക്സുകളിൽ ഇടുകയാണ്. അതിനുശേഷം അവരുടെ കൂടി സാന്നിധ്യത്തിൽ ഈ വോട്ട് എണ്ണിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇവിടെ ഇലക്ഷൻ മാമാങ്കമായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം തന്നെ അവർക്ക് അനുവദിച്ച ചിഹ്നങ്ങളുമായി ക്ലാസ്സുകളിലെത്തി വാഗ്ദാനങ്ങൾ നടത്തി, അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ ക്യാമ്പസ് മുഴുവൻ സഞ്ചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഗിരീഷ് ബാബുവിന്റെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ഏകോപിപ്പിച്ചത്. 3 ആഴ്ച മുമ്പ് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചരണം വെള്ളിയാഴ്ച കലാശക്കൊട്ടോടെയാണ് സമാപിച്ചത്. ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി വൈകിട്ടോടെ വിജയികളെ പ്രഖ്യാപിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.